സിവിൽ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവിഷൻ സീരീസ് 31 ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാം, ഓർച്ചിയർ ഗ്രേഡ് 1ൻ്റെ സിലബസ് ബേസ് ചെയ്തിട്ട് നമ്മൾ റിവിഷൻ സീരീസ് ചെയ്യുന്നുണ്ട്. അതിൽ 30 സീരീസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 31ാമത്തെ സീരീസിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ 8 ആണ് അല്ലേ. മൊഡ്യൂൾ 8 ആണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. സീരീസ് 29 മുതൽ മൊഡ്യൂൾ 8 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മൊഡ്യൂൾ 7 വരെ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോസ് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ ഗ്രേഡ് 1 റിവിഷൻ സീരീസ് നോക്കിയാൽ അതിൽ കാണാൻ പറ്റും എല്ലാ വീഡിയോസും, അതുപോലെ തന്നെ അതിൻ്റെ സിലബസും. ഓക്കെ, അതുപോലെ തന്നെ അപ്കമിങ് വീഡിയോസും നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റുന്നതാണ്. പിന്നെ മൊഡ്യൂൾ 8 അല്ലേ, മൊഡ്യൂൾ 8 നമ്മൾ എന്തായിരുന്നു മൊഡ്യൂൾ 8 ഉണ്ടായിരുന്നത്? ജിയോടെക് ആണ് അല്ലേ. മൊഡ്യൂൾ 8 ജിയോടെക് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിൽ കഴിഞ്ഞ ക്ലാസ്സിലും അതിൻ്റെ മുന്നത്തെ ക്ലാസ്സിലുമായിട്ട് സോയിൽ ടൈപ്പും അതുപോലെ തന്നെ 3 ഫേസ് സിസ്റ്റവും അതുപോലെ തന്നെ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് അല്ലേ, ഇൻഡെക്സ് പ്രോപ്പർട്ടീസും നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് സോയിലുള്ള ഇൻഡെക്സ് പ്രോപ്പർട്ടീസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് എൻജിനീയറിംഗ് പ്രോപ്പർട്ടീസ്. എൻജിനീയറിംഗ് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ നിങ്ങൾ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻജിനീയറിംഗ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൽ തന്നെ കാണാൻ പറ്റും അല്ലേ. എൻജിനീയറിംഗ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ അപ്പം സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ അപ്പം എൻജിനീയറിംഗ് പ്രോപ്പർട്ടീസിൽ ഈ ഒരു ഏരിയ മുതൽ എൻജിനീയറിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ, ഷിയർ സ്ട്രെങ്ത്, പെർമേബിലിറ്റി, കംപ്രസിബിലിറ്റി, നെസസിറ്റി, IS ക്ലാസിഫിക്കേഷൻസ്, അതിൽ എന്തൊക്കെയാണെന്നുള്ളത് എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. സോയിൽ വാട്ടർ ക്ലാസിഫിക്കേഷൻ, അബ്സോർബ്ഡ് വാട്ടർ, കാപ്പിലറി വാട്ടർ, സ്ട്രെസ് കണ്ടീഷൻസ് ഇൻ സോയിൽ, എഫക്റ്റീവ് ആൻഡ് ന്യൂട്രൽ പ്രഷർ, പെർമേബിലിറ്റി ഓഫ് സോയിൽ, ഡാർസിസ് ലോ, discharge velocity and seepage velocity, factors affecting permeability, determination of coefficient of permeability, constant head permeability test, falling head permeability test, coefficient of permeability, estimation problems in a compaction of soil, definition and objective of compaction, പിന്നെ സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റ് ആൻഡ് മോഡിഫൈഡ് പ്രോക്ടർ ടെസ്റ്റ്, കൺസെപ്റ്റ് ഓഫ് OPC ആൻഡ് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി, സീറോ എയർവേർഡ്സ് ലൈൻ, ഫീൽഡ് കോമ്പാക്ഷൻ മെത്തേഡ്സ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കോമ്പാക്ഷൻ. അത്ര വരെയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പം ഇത്രയും പോർഷൻസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നെക്സ്റ്റ് ക്ലാസ്സോട് കൂടിയിട്ട് നമുക്ക് ജിയോടെക്കും കംപ്ലീറ്റ് ആവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്? പ്രോപ്പർട്ടീസ് ഓഫ് സോയില്. പ്രോപ്പർട്ടീസ് ഓഫ് സോയില് നമ്മൾ പറഞ്ഞല്ലോ, എൻജിനീയറിംഗ് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അല്ലേ. ഇൻഡെക്സ് പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ എൻജിനീയറിംഗ് പ്രോപ്പർട്ടീസും. നമ്മൾ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. അപ്പം എൻജിനീയറിംഗ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളതും ബേസിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻജിനീയറിംഗ് പ്രോപ്പർട്ടീസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫോർ എൻജിനീയറിംഗ് അപ്ലിക്കേഷൻ ഓഫ് സോയിലിനാണ് അല്ലേ. അതിൽ വരുന്നതാണ് ഷിയർ സ്ട്രെങ്ത്, പെർമിയബിലിറ്റി, കംപ്രസിബിലിറ്റി എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് എൻജിനീയറിംഗ് പ്രോപ്പർട്ടീസ് എന്നുള്ളത് എഴുതാം. എൻജിനീയറിംഗ് പ്രോപ്പർട്ടീസ്. എൻജിനീയറിംഗ് പ്രോപ്പർട്ടീസിൽ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? എൻജിനീയറിംഗ് പ്രോപ്പർട്ടീസ് എന്ന് ചോദിച്ചാൽ ഫോർ എൻജിനീയറിംഗ് ആപ്ലിക്കേഷൻ ഓഫ് സോയിലാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാനുള്ളത് ഏതൊക്കെയാണ്? ഷിയർ സ്ട്രെങ്ത്, അതുപോലെ തന്നെ പെർമിയബിലിറ്റി, കോമ്പാക്ഷൻ. സിലബസിൽ നോക്കിയാൽ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ നമുക്ക് എടുത്ത് പറഞ്ഞിട്ടുണ്ട് സിലബസിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ. എൻജിനീയറിംഗ് പ്രോപ്പർട്ടീസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. എൻജിനീയറിംഗ് പ്രോപ്പർട്ടീസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ എൻജിനീയറിംഗ് ആപ്ലിക്കേഷൻ ഓഫ് സോയിലാണ്. ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ആണെങ്കിൽ യൂസ്ഡ് ഫോർ സോയിൽ ക്ലാസിഫിക്കേഷൻസ് ആണ് അല്ലേ. അപ്പം മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ എൻജിനീയറിംഗ് പ്രോപ്പർട്ടീസിൻ്റെ ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് കോമ്പാക്ഷൻ. ഓരോന്നായിട്ട് പറയാം. ഫസ്റ്റ് നമുക്ക്
കോംപാക്ഷൻ നോക്കാം. അപ്പോൾ കോംപാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളിപ്പം ഒരു പാത്രത്തിലേക്ക് ലോഡ് കൊടുക്കുന്ന സമയത്ത് അതിലുള്ള ആ ഒരു എയർ അല്ലേ, എയർ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അതിനെയാണ് നമ്മൾ കോംപാക്ഷൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. എന്താണ് കോംപാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ലോഡ് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ വോളിയം ഡിക്രീസ് ആവുക അല്ലേ. എന്തുകൊണ്ടാണ്? എക്സ്പെൽഷൻ ഓഫ് എയർ അല്ലേ, എയർ പുറത്തേക്ക് പോകുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു വോളിയം ഡിക്രീസ് ആവുന്നതിനെയാണ് നമ്മൾ കോംപാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം കോംപാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോംപാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപാക്ഷൻ ഈസ് ആൻ instantaneous process where there is decrease in volume due to expulsion of എയർ അല്ലേ. ഇതിപ്പോൾ നമ്മൾ ലോഡാണെങ്കിൽ ഇവിടെ എക്സ്പൾഷൻ ഓഫ് എയർ എന്നുള്ളത് ഓർത്ത് വെക്കുക. വോളിയം കുറയുന്നതിനെയാണ് നമ്മൾ കോംപാക്ഷൻ എന്ന് പറയുന്നത്. ഈ കോംപാക്ഷൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുക? അതിൻ്റെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ആവും അല്ലേ, സ്ട്രെങ്ത് ഇമ്പ്രൂവ് ആവും, അതുപോലെ തന്നെ ഡെൻസിറ്റിയും ഇമ്പ്രൂവ് ആവും എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് അവിടെ കോംപാക്ഷൻ കേർവ് നോക്കാനുണ്ട് അല്ലേ. കോംപാക്ഷൻ കേർവിനെ കുറിച്ച് ബേസിക് ആയിട്ട് പറയാം. എന്താണ് കോംപാക്ഷൻ കേർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ കാണിക്കുന്നത്? വേരിയസ് അല്ലെങ്കിൽ വേരിയേഷൻ ഓഫ് ഡ്രൈ ഡെൻസിറ്റി വിത്ത് റെസ്പെക്ട് ടു വാട്ടർ കണ്ടന്റ് അല്ലേ, അതാണ് കോംപാക്ഷൻ കേർവ് കാണിക്കുന്നത്. കോംപാക്ഷൻ കേർവ് എന്നുള്ളത് എഴുതാം. കോംപാക്ഷൻ കേർവ്, കോംപാക്ഷൻ കേർവ് എന്താണ് കാണിക്കുന്നത്? ഇതേ രീതിയിലാണെങ്കിൽ ഇവിടെ വാട്ടർ കണ്ടന്റ് ആണ്, ഇവിടെ ഡ്രൈ ഡെൻസിറ്റി. നമ്മൾ കോംപാക്ഷൻ കേർവ് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് ആണ് ഉണ്ടാവുക. പിന്നെ ഇവിടെ ഡ്രൈ ഓഫ് മോയ്സ്ചർ ആണ്, ഇവിടെ ഡ്രൈ ഓഫ് ഒപ്റ്റിമം ആണ് ഉണ്ടാവുക എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ അതിൻ്റെ കേർവ് എങ്ങനെയാണ് വരിക? കേർവ് വരുന്നത് ഇതേ രീതിയിലായിരിക്കും കേർവ് വരിക, ഈ രീതിയിലായിരിക്കും കേർവ് വരിക എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പം ഇതാണ് കോംപാക്ഷൻ കേർവ് എന്ന് പറയുന്നത്. കോംപാക്ഷൻ കേർവ് എന്താണ് കാണിക്കുന്നത്? കോംപാക്ഷൻ കേർവ് ഷോസ് വേരിയേഷൻ ഓഫ് ഡ്രൈ ഡെൻസിറ്റി വിത്ത് റെസ്പെക്ട് ടു വാട്ടർ കണ്ടന്റ് അല്ലേ. ഇതിനെയാണ് നമ്മൾ കോംപാക്ഷൻ കേർവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ OMC കൂടെ നോക്കിയാലോ. OMC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് അല്ലേ. OMC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് ആണ്. ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ഈസ് അറ്റൈൻഡ് അല്ലെങ്കിൽ മാക്സിമം കോംപാക്ഷൻ ഈസ് അച്ചീവ്ഡ് അല്ലേ. അപ്പം അതാണ് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത്. ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ഈസ് അറ്റൈൻഡ് ഓർ മാക്സിമം കോംപാക്ഷൻ ഈസ് അച്ചീവ്ഡ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പം എന്താണ് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ്? ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് ആണ് നോക്കേണ്ടത്. ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് പറയാം വാട്ടർ content at which maximum dry density is attained or maximum compaction is അച്ചീവ്ഡ്. അതിനാണ് നമ്മൾ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്.
പിന്നെ നമുക്ക് കോമ്പാക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കോമ്പാക്ഷൻ പറയുന്ന സമയത്ത് കോമ്പാക്ഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് നെക്സ്റ്റ് ടേമിലേക്ക് പോവാം. കോമ്പാക്ഷനിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് എഫക്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ മൈൻഡിലേക്ക് പോയിന്റ്സ് ഓർമ്മ വരുന്നുണ്ടോ നോക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ടോപ്പിക്ക് കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞിട്ട് റിവിഷനിലേക്ക് വരികയാണെങ്കിൽ ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആവുക. അല്ലെങ്കിലും നിങ്ങൾക്ക് ഈ സെക്ഷൻ നിങ്ങൾ സിലബസ് വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട്, എന്നാലും നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അങ്ങനെ അല്ലാത്തവരാണെങ്കിൽ ക്ലാസ്സസ് 2-3 പ്രാവശ്യം ഒന്ന് കണ്ടിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കാം. നമ്മൾ എന്താണ് പറഞ്ഞത്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കോമ്പാക്ഷൻ ആണ്. ഏതൊക്കെയാണ് വരുന്നത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കോമ്പാക്ഷൻ? അതിൽ വരുന്നതാണ് ഫസ്റ്റ് വണ്ണ് വാട്ടർ കണ്ടന്റ്. വാട്ടർ കണ്ടന്റ്, അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് കോമ്പാക്ഷൻ, പിന്നെ വരുന്നതാണ് സോയിൽ ടൈപ്പ്. ഇപ്പോൾ കോമ്പാക്ഷൻ എന്താണെന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കോമ്പാക്ഷൻ പറഞ്ഞു, കോമ്പാക്ഷൻ കേർവും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് മെത്തേഡ് ഓഫ് കോമ്പാക്ഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സിലബസിൽ എടുത്ത് പറയാത്തതുകൊണ്ട് നമ്മളത് കവർ ചെയ്യുന്നില്ല. നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ജസ്റ്റ് അതും കൂടെ ഒന്ന് കവർ ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും. ഓക്കെ, അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസിൽ പഠിക്കാനുള്ളതാണ് പെർമിയബിലിറ്റി. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു ടേം തന്നെയായിരിക്കും അല്ലേ. പെർമിയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ പെർമിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിന് ഫ്ലോ ചെയ്യാനുള്ള ആ ഒരു കഴിവ് അല്ലേ. അപ്പം എന്താണ്? വാട്ടർ ഫ്ലോസ് ത്രൂ ഇന്റർകണക്റ്റഡ് വോയിസ് ഇൻ സോയിൽ അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ പെർമിയബിലിറ്റി എന്നുള്ള ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം എന്താണ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ which water flows through interconnected voids in soil. അതിനെയാണ് നമ്മൾ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസിലുള്ള പെർമിയബിലിറ്റി പറയുന്നത്. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാട്ടർ ഫ്ലോസ് ത്രൂ ദ ഇന്റർകണക്റ്റഡ് വോയിസ് ഇൻ സോയിലിനെയാണ് നമ്മൾ പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഹൈലി പെർമിയബിൾ സോയിൽ ഏതായിരിക്കും? ഹൈലി പെർമിയബിൾ സോയിൽ വരുന്നത് ഗ്രാവലും, അതുപോലെ തന്നെ ലോ പെർമിയബിൾ സോയിൽ വരുന്നത് ക്ലേയും ആയിരിക്കും. നിങ്ങൾക്കറിയാം അല്ലേ, ഗ്രാവൽ ആവുന്ന സമയത്ത് സൈസ് കൂടുതലായിരിക്കും, അപ്പോൾ അത് ഹൈലി പെർമിയബിൾ ആയിരിക്കും. സോയിൽ ആവുന്ന സമയത്ത് ക്ലേൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ചെറിയ ചെറിയ സൈസിലേക്കാണല്ലേ വരുന്നത്. അപ്പോൾ നമുക്കവിടെ പെർമിയബിലിറ്റി കുറയാണ് ചെയ്യുക എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പെർമിയബിലിറ്റിയിൽ എന്താണ് പറയാനുള്ളത്? പെർമിയബിലിറ്റിയിൽ പറയാനുള്ളതാണ് എക്സാമ്പിൾ ആയിട്ട് നോട്ട് ചെയ്യുക കേട്ടോ. എക്സാമ്പിൾ ആയിട്ട് നോട്ട് ചെയ്യുക. ഫോർ ഹൈലി പെർമിയബിൾ സോയിൽ, എക്സാമ്പിൾ ഗ്രാവലാണ്. പിന്നെ ഫോർ ലോ പെർമിയബിൾ സോയിൽ ആണെങ്കിൽ വെരി ക്ലേ ആണ് എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. അപ്പം എന്താണ് പെർമിയബിലിറ്റി നമ്മൾ പറഞ്ഞു, അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസും പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പെർമിയബിലിറ്റിയിൽ നോക്കാനുള്ളതാണ് ഒരു ലോ അല്ലേ, ഡാർസീസ് ലോ. ഡാർസീസ് ലോ എന്ന് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പം എന്താണ് ഡാർസീസ് ലോ എന്ന് പറയുന്നത്? ഡാർസീസ് ലോ ആണ് എഴുതുന്നത്. ഡാർസീസ് ലോ ആണ് എഴുതുന്നത്. ഡാർസീസ് ലോയിൽ എന്തായിരിക്കും വരിക? ഡിസ്ചാർജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഡിസ്ചാർജ് വെലോസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഹൈഡ്രോളിക് gradient.
അതുപോലെ തന്നെ യൂണിറ്റ് വരുന്നത് എന്താണ്? മില്ലിമീറ്റർ പെർ സെക്കൻഡ്. അതുപോലെ തന്നെ മീറ്റർ പെർ സെക്കൻഡ്, സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്നൊക്കെ കാണാൻ പറ്റും. അപ്പം എന്താണ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞു? ഡിസ്ചാർജ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ആയിരിക്കും. അതുപോലെ കോയിഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസ്ചാർജ് ഓഫ് വെലോസിറ്റി അണ്ടർ യൂണിറ്റ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റിനെയാണ് നമ്മൾ കോയിഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. എന്താണ് കോയിഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി വരുന്നത്? കോയിഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി is the discharge velocity under unit hydraulic gradient. അതിനെയാണ് നമ്മൾ ഡാർസീസ് ലോ എന്ന് പറയുന്നത്. കോയിഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. എന്താണ് കോയിഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞു? ഡാർസീസ് ലോയിൽ എന്താണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ ഡാർസീസ് ലോയിൽ കുറച്ച് അസംഷൻസ് ഉണ്ട്, അതും കൂടെ പറയാം. അസംഷൻസ് അല്ലേ, ഡാർസീസ് ലോയിൽ വരുന്ന അസംഷൻസ് ആണ്. അസംഷൻസ് ഇൻ ഡാർസീസ് ലോ ആണ് നോക്കേണ്ടത്. എന്തൊക്കെയാണ് അസംഷൻ വരുന്നത്? അസംഷൻസ് പറയുന്നത് ലാമിന ഫ്ലോ ഓഫ് വാട്ടർ ഈസ് കൺസിഡേർഡ് എന്നുള്ളത് ഓർക്കുക. അതുപോലെ തന്നെ റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്, അസംഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് അപ്ലിക്കബിൾ ഓൺലി ഫോർ ഏതിനൊക്കെയാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്? ക്ലേ, സിൽട്ട്, സാൻഡ്, ഇതിനൊക്കെയാണ് അല്ലേ. സാൻഡ്, ക്ലേ, സിൽട്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. അസംഷൻസ് ഇൻ ഡാർസീസ് ലോയിൽ ഫസ്റ്റ് അസംഷൻ ആണ് ലാമിനാർ ഫ്ലോ ഓഫ് വാട്ടർ ഈസ് കൺസിഡേർഡ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്ലിക്കേഷൻ ഓൺലി ഫോർ ക്ലേ, സിൽട്ട്, സാൻഡ് എന്നുള്ളതും ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ പെർമിയബിലിറ്റി പറഞ്ഞപ്പോഴാണല്ലോ ഇത്രയും കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇനി പെർമിയബിലിറ്റി ടെസ്റ്റിനെ കുറിച്ച് നോക്കിയാലോ. പെർമിയബിലിറ്റി ടെസ്റ്റ്, ഏതൊക്കെ ടെസ്റ്റാണ് പെർമിയബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്? ഏതൊക്കെ ടെസ്റ്റാണ് നിങ്ങൾക്ക് അറിയോ? ഏതൊക്കെ ടെസ്റ്റ് ആയിരിക്കും വരുന്നത്? ഫസ്റ്റ് ലാബ് ടെസ്റ്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫീൽഡ് മെത്തേഡ് ഉണ്ട്. ലാബ് മെത്തേഡ്, ഫീൽഡ് മെത്തേഡ്. പിന്നെന്താണ് ഇൻഡയറക്റ്റ് മെത്തേഡ്. ഇനി നമുക്ക് ലാബ് മെത്തേഡിനൊന്ന് എടുത്തെഴുതിയാലോ. അതിലുള്ളതാണ് നമുക്ക് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ലാബ് മെത്തേഡിൽ വരുന്നത് ഏതാണ്? കോൺസ്റ്റന്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റും വരുന്നുണ്ട്. അതുപോലെ തന്നെ വേരിയബിൾ ഹെഡ് അല്ലെങ്കിൽ ഫോളിംഗ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റും വരുന്നുണ്ട്. അപ്പോൾ കോൺസ്റ്റന്റ് ഹെഡും അതുപോലെ തന്നെ ഫോളിംഗ് ഹെഡൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ സിലബസിൽ. അപ്പം കോൺസ്റ്റന്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റിൽ കോഴ്സ് ഗ്രെയിൻഡ് സോയിൽ ആയിരിക്കും ഉണ്ടാവുക. എക്സാമ്പിൾ സാൻഡ് ഒക്കെ അല്ലേ. അപ്പം അതാണ് നമുക്ക് കോൺസ്റ്റന്റ് ഹെഡിൽ പെർമിയബിലിറ്റി ടെസ്റ്റിൽ വരിക. അപ്പം നമുക്ക് 1 എന്ന് എഴുതിയിട്ട് കോൺസ്റ്റന്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ് എന്ന് എഴുതാം. കോൺസ്റ്റന്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റിൽ വരുന്നത് എന്താണ്? കോഴ്സ് ഗ്രെയിൻഡ് സോയിലാണ്. കോഴ്സ് ഗ്രെയിൻഡ് സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൻഡ് അല്ലേ.
ഇനി നമുക്ക് ഫോളിംഗ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ് നോക്കിയാലോ. ഫോളിംഗ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ്. ഫോളിംഗ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റിൽ ഫൈൻ ഗ്രെയിൻഡ് സോയിലാണ്, ലൈക്ക് ക്ലേ അല്ലെ, ക്ലേനെ പോലെയൊക്കെ ഫൈൻ ഗ്രെയിൻഡ് ആയിട്ടുള്ള സോയിലാണ് ഫോളിംഗ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റിന് എടുക്കുന്നത്. അപ്പം എന്താണ് ഫൈൻ ഗ്രെയിൻഡ് സോയിലാണ്. ഏതാണ് എക്സാമ്പിൾ വരുന്നത്? ക്ലേ ആണ് എക്സാമ്പിൾ വരുന്നത് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ പെർമിയബിലിറ്റി ടെസ്റ്റിൽ 3 പറഞ്ഞു. ലാബ് മെത്തേഡ്, ഫീൽഡ് മെത്തേഡ്, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു. അതിൽ ലാബ് മെത്തേഡിൽ വരുന്നതാണ് കോൺസ്റ്റന്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ്, ഫോളിംഗ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ്. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ഫീൽഡ് മെത്തേഡ്. പെർമിയബിലിറ്റി ടെസ്റ്റിന് നമ്മൾ ലാബ് മെത്തേഡ് പറഞ്ഞു. ഇനിയാണ് നമുക്ക് നോക്കുന്നത് ഫീൽഡ് മെത്തേഡ്. അതിൽ പമ്പിങ് ഔട്ട് ടെസ്റ്റും വരുന്നുണ്ട്, പമ്പിങ് ഇൻ ടെസ്റ്റും വരുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഞാനതൊന്ന് പറയാം. പമ്പിങ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ് ക്ലേയിലായിരിക്കും, ലാർജ് പ്രൊജക്റ്റിനൊക്കെ ആയിരിക്കും നമ്മൾ പമ്പിങ് ഔട്ട് ടെസ്റ്റ് ചെയ്യാന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ പമ്പിങ് ഇൻ ടെസ്റ്റ് ആണെങ്കിൽ റോക്കി സ്ട്രാറ്റ അല്ലെങ്കിൽ സ്മോൾ ഏരിയയിലൊക്കെയാണ് നമ്മൾ പമ്പിങ് ഇൻ ടെസ്റ്റ് ചെയ്യുക. അപ്പം ഫീൽഡ് മെത്തേഡിനകത്ത് പമ്പിങ് ഔട്ടുണ്ട്, ടെസ്റ്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പമ്പിങ് ഇന്ന് ടെസ്റ്റും ഉണ്ട്. അപ്പോൾ അത് രണ്ടും ഓർത്ത് വെക്കുക. പമ്പിങ് ഔട്ടും പമ്പിങ് ഇന്നും ടെസ്റ്റാണ് വരുന്നത്. ഇതൊന്നും സിലബസിൽ അത് എടുത്ത് പറഞ്ഞിട്ടില്ല. പറ്റുകയാണെങ്കിൽ അതിലുള്ള ഇൻഡയറക്റ്റ് മെത്തേഡ് ഫോർ ഫൈൻഡിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ ഹേസൻസ് ഇക്വേഷൻസ് അതൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. പഠിക്കുമ്പോൾ എന്തായാലും സിലബസിലുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് മാത്രം എക്സ്ട്രാ കാര്യങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസിൽ പെർമിയബിലിറ്റി ആണല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെർമിയബിലിറ്റി റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് കൺസോൾട്ടേഷൻ ആണ്. കൺസോൾട്ടേഷൻ എന്താണെന്ന് ജസ്റ്റ് പറയാം. കൺസോൾട്ടേഷനും വോളിയം ഡിക്രീസ് ചെയ്യുന്നതാണ്. ഈ ഒരു നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള എന്താണ് കൺസോൾട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വോളിയം ഡിക്രീസ് ചെയ്യുന്നതാണെന്ന് തന്നെ നമ്മൾ പറഞ്ഞു. പക്ഷേ വോളിയം ഡിക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ലോഡ് കൊടുക്കും അല്ലേ, പെട്ടെന്ന് സഡൻ ആയിട്ടുള്ള ലോഡ് കൊടുക്കുന്ന സമയത്ത് അതിനെയാണ് നമ്മൾ ഈ ഒരു അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് ആയിട്ടാണ് ലോഡ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ കോമ്പാക്ഷൻ എന്നാണ് പറയുക. രണ്ടും വോളിയം ഡിക്രീസ് ചെയ്യുന്നത് തന്നെയാണ്. മറിച്ച് നമ്മൾ ഇപ്പം എസ്കേപ്പ് ഓഫ് വാട്ടർ ആണെങ്കിൽ എസ്കേപ്പ് ഓഫ് എയർ ആണ് ഇപ്പോൾ നമ്മൾ കോമ്പാക്ഷനിൽ വരുന്നത്. എസ്കേപ്പ് ഓഫ് വാട്ടർ ആണ് നമ്മൾ കൺസോളിഡേഷനിൽ വരുന്നത്. കൺസോളിഡേഷൻ ഒരു സ്ലോ പ്രോസസ് ആണ്. അപ്പം കൺസോളിഡേഷനും കൂടെ എഴുതാം. കൺസോളിഡേഷൻ എന്താണ്? Consolidation of soil is the gradual decrease of volume ആണ് അല്ലേ. Consolidation of soil is the gradual reduction in the volume of partially or fully saturated soil under sustained loading ആണ്. sustained loading എന്താണ് എക്സ്പൾഷൻ ആവുന്നത്? വാട്ടർ
എക്സ്പെൽഷൻ വാട്ടർ എക്സ്പെൽഷൻ ഫ്രം ദ പോർ ആണ് അല്ലേ. സോയിൽ പോർ എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇതാണ് കൺസോൾട്ടേഷൻ ഉള്ളത്. കൺസോൾട്ടേഷൻ്റെ സ്റ്റേജ് ഒന്നും പറയുന്നില്ല. കൺസോൾട്ടേഷൻ എന്നുള്ളത് നമ്മളെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ല. അതിൽ ഇനീഷ്യൽ കൺസോൾട്ടേഷൻ, പ്രൈമറി, സെക്കൻഡറി ഒക്കെ വരുന്നുണ്ട്. ടൈം ഉണ്ടെങ്കിൽ നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് നോക്കാനുള്ളതാണ് ഷിയർ സ്ട്രെങ്ത് ഓഫ് സോയിൽ. ഷിയർ സ്ട്രെങ്ത് ഓഫ് സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഓഫ് സോയിൽ അഗെയിൻസ്റ്റ് ഡീഫോർമേഷൻ ഡ്യൂ ടു ഷിയർ സ്ട്രെസ് ആണ് അല്ലേ. അതിനെയാണ് നമ്മൾ ഷിയർ സ്ട്രെങ്ത് ഓഫ് സോയിൽ എന്ന് പറയുന്നത്. എന്താണ് ഷിയർ സ്ട്രെങ്ത് ഓഫ് സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഓഫ് സോയിൽ അഗെയിൻസ്റ്റ് ഡീഫോർമേഷൻ ഡ്യൂ ടു ഷിയർ സ്ട്രെസ്. അതിനെയാണ് നമ്മൾ ഷിയർ സ്ട്രെങ്ത് ഓഫ് സോയിൽ എന്ന് പറയുന്നത്. അതിൽ മോസ് കോളോം തിയറി വരുന്നുണ്ട്. അതിലെന്താണ് വരുന്നത്? ഷിയർ സ്ട്രെങ്ത് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ 3 ഫാക്ടേഴ്സ് ആണ്. കൊഹഷൻ, അതുപോലെ തന്നെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, നോർമൽ സ്ട്രെസ് ആക്ഷൻ എന്നുള്ളത്, അല്ലെങ്കിൽ നോർമൽ സ്ട്രെസ് ആക്ട് ഓൺ ഇറ്റ് എന്നുള്ളത്, അല്ലെങ്കിൽ ആക്ട് ഓൺ സോയിൽ എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ഷിയർ ടെസ്റ്റ് ഉണ്ട്. ഏതാണ്? ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് ഉണ്ട്, ട്രൈ ആക്സിയൽ ഷിയർ ടെസ്റ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വെയിൻ ഷിയർ ടെസ്റ്റ് ഒക്കെ ഉണ്ട് അല്ലെ, ഫീൽഡിൽ ചെയ്യുന്നത്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇതിൽ മോസ് കോളോം തിയറിയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഏരിയ വൈൻഡപ്പ് ചെയ്യാം. മോസ് കൂളോം തിയറി. മോസ് കൂളോം തിയറിയിൽ പറയുന്നത് എന്താണ്? ഷിയർ സ്ട്രെങ്ത് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ 3 ഫാക്ടേഴ്സ് ആണ്. ഏതൊക്കെയാണ് ആ 3 ഫാക്ടേഴ്സ് വരുന്നത്? ഫസ്റ്റ് വൺ കൊഹഷൻ, സെക്കൻഡ് വൺ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, തേർഡ് വൺ എന്താണ്? നോർമൽ സ്ട്രെസ് ആക്ട് ഓൺ സോയിൽ എന്നുള്ളത് അല്ലേ. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ്? എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ ആണല്ലേ നോക്കിയിട്ടുണ്ടായിരുന്നത്. എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് സോയിലിൽ നമ്മൾ ഫസ്റ്റ് കോമ്പാക്ഷൻ പറഞ്ഞു. കോമ്പാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോമ്പാക്ഷൻ ഈസ് ആൻ ഇൻസ്റ്റന്റേനിയസ് പ്രോസസ് where there is decrease in volume അല്ലേ. ഡിക്രീസ് ഇൻ വോളിയം ഡ്യൂ ടു എന്താണ്? എക്സ്പെൽഷൻ ഓഫ് എയർ ആണ് അല്ലേ. ഇൻസ്റ്റന്റേനിയസ് പ്രോസസ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഡിക്രീസ് ഇൻ വോളിയം ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ എക്സ്പെൽഷൻ ഓഫ് എയർ ആണ് എന്നുള്ളതും കോമ്പാക്ഷനിൽ ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കോമ്പാക്ഷൻ കർവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ഈസ് അറ്റൈൻഡ് ഓർ മാക്സിമം കോമ്പാക്ഷൻ ഈസ് അച്ചീവ്ഡ് അല്ലേ. അപ്പോൾ അതാണ് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പെർമെബിലിറ്റി ആണ് അല്ലേ. പെർമെബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പെർമെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ ഈസിനെസ് ഓഫ് വിച്ച് ദ വാട്ടർ ഫ്ലോസ് ത്രൂ ദ ഇന്റർ കണക്റ്റഡ് വോയിസ് ഇൻ സോയിൽ അല്ലേ. ആ ഒരു ഈസിനെസ്സിനെയാണ് നമ്മൾ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ഈ ഒരു പെർമെബിലിറ്റി എന്ന് പറയുന്നത്. എന്താണ് പെർമെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആ ഒരു ഈസിനെസ്സിനെയാണ് അല്ലേ. നമ്മൾ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താണ് പെർമിയബിലിറ്റിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വിച്ച് വാട്ടർ ഫ്ലോസ് ത്രൂ ദ ഇന്റർ കണക്റ്റഡ് സോയിൽ. അതിൻ്റെ ഈസിനെസ്സിനെയാണ് നമ്മൾ ഈ ഒരു പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്? ഡാർസീസ് ലോ ആണ്. ഡാർസീസ് ലോ എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ
ഒരു പെർമബിലിറ്റി എക്സ്പ്ലെയിൻഡ് ബൈ ഡാർസീസ് ലോ ആണ്, അതും ഓർത്ത് വെക്കുക. അവിടെ നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് പെർമബിലിറ്റി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് പെർമബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ചാർജ് വെലോസിറ്റി അണ്ടർ യൂണിറ്റ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റിനെയാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് പെർമബിലിറ്റി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പെർമബിലിറ്റി ടെസ്റ്റിൻ്റെ ലാബ് മെത്തേഡും ഫീൽഡ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും ഒന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിൽ ലാബ് മെത്തേഡിൽ വരുന്നതാണ് കോൺസ്റ്റന്റ് ഹെഡ് പെർമബിലിറ്റി ടെസ്റ്റ്. അതിൽ കോഴ്സ് ഗ്രൈൻഡ് സോയിലാണ് വരിക. സാൻഡ് ഒക്കെ എക്സാമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. പിന്നെ ഫോളിംഗ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റിൽ വരുന്നതാണ് ഫൈൻ ഗ്രൈൻഡ് സോയിൽ അല്ലെങ്കിൽ ക്ലേ എന്നൊക്കെ പറയാൻ പറ്റും. പിന്നെ ഫീൽഡ് മെത്തേഡിലാണെങ്കിൽ പമ്പിങ് ഔട്ട് ടെസ്റ്റും ഉണ്ട്, പമ്പിങ് ഇൻ ടെസ്റ്റും ഉണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. പമ്പിങ് ഇൻ സ്മോൾ ഏരിയ ആണ്, പമ്പിങ് ഔട്ട് ടെസ്റ്റ് ആണെങ്കിൽ ലാർജർ ഏരിയ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് നമുക്ക് എടുത്തു പറഞ്ഞിട്ടില്ല. അതിൽ ഹേസൻസ് ഇക്വേഷൻസും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ സിലബസിൽ എടുത്ത് പറയാത്തത് കൊണ്ട് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് നോക്കിയിട്ട് പോവാം. പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മൾ കൺസോൾട്ടേഷൻ ആണല്ലേ പറഞ്ഞിട്ടുള്ളത്. കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്കേപ്പ് ഓഫ് വാട്ടർ ആണ്, എന്താണ് സ്ലോ പ്രോസസ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. കൺസോൾട്ടേഷൻ അവിടെയും നമ്മൾ ഡിക്രീസ് ഇൻ വോളിയം ആണ് പറഞ്ഞിട്ടുള്ളത്. കോമ്പാക്ഷനിലും കൺസോൾട്ടേഷനും ഡിക്രീസ് ഇൻ വോളിയം ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. സ്റ്റേജസ് ഓഫ് കൺസോൾട്ടേഷനിൽ ഇനീഷ്യൽ കൺസോൾട്ടേഷൻ, പ്രൈമറി, സെക്കൻഡറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഷിയർ സ്ട്രെങ്ത് ഓഫ് സോയിൽ ആണ് അല്ലേ. ഷിയർ സ്ട്രെങ്ത് ഓഫ് സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റെസിസ്റ്റൻസ് ഓഫ് സോയിൽ അഗെയിൻസ്റ്റ് ഡിഫോർമേഷൻ ഡ്യൂ ടു ഷിയർ സ്ട്രെസ്സിനെയാണ് നമ്മൾ ഷിയർ സ്ട്രെങ്ത് ഓഫ് സോയിൽ എന്ന് പറയുന്നത്. അതിൽ മോസ് കൂളോംസ് തിയറി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷിയർ സ്ട്രെങ്ത് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ 3 ഫാക്ടേഴ്സ് അല്ലേ. ഏതൊക്കെയാണ്? കൊഹഷൻ, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, നോർമൽ സ്ട്രെസ് ആക്ട് ഓൺ ഇറ്റ് എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. പിന്നെ ടൈപ്പ് ഓഫ് ഷിയർ സ്ട്രെസ്സിൽ പറയുന്ന ഏതൊക്കെയായിരുന്നു? ഡയറക്റ്റ് ഷിയർ സ്ട്രെസ് ഉണ്ട്, ട്രൈ ആക്സിയൽ ടെസ്റ്റ് ഉണ്ട്, പിന്നെ അതുപോലെ അതൊക്കെ ലാബിൽ ചെയ്യുന്നതാണ്. വെയിൻ ഷിയർ ടെസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഫീൽഡിൽ ടെസ്റ്റ് ചെയ്യുന്നതാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പം എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസിൽ നമുക്ക് പറയാനുണ്ടായിരുന്നത് കോമ്പാക്ഷൻ, പെർമിയബിലിറ്റി, കൺസോൾട്ടേഷൻ, ഷിയർ സ്ട്രെങ്ത് ആണ്. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു ജിയോടെക്കിൻ്റെ ഏരിയ ഫൈനലൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ കറക്റ്റ് പഠിച്ച് തന്നെ പോവുക. ഈ എക്സാമിന് അല്ലെങ്കിൽ നെക്സ്റ്റ് എക്സാമിന് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഈ ഒരു ഏതെങ്കിലും ഒരു റാങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കയറി പറ്റാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് എത്താൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് എക്സാംസ് വരുന്നുണ്ട് അല്ലേ. അപ്പം ആ ഒരു എക്സാംസിന് വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ട് ഇട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളിപ്പം പഠിച്ചു തുടങ്ങിയിട്ടുള്ളവരാണെങ്കിൽ ഇന്നത്തേക്ക് ഈ ഒരു 2025 അല്ലെങ്കിലും നെക്സ്റ്റ് ഇയറിലെങ്കിലും നിങ്ങളൊരു ലിസ്റ്റ് കയറും എന്നുള്ളൊരു ടാർഗറ്റ് വെച്ച് തന്നെ പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ ക്ലാസ്സൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.